റിമൈൻഡേഴ്സ് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടാക്കാം. ഈ സ്ലേറ്റ് പോലെയൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ സെലോ ടേപ്പ് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൈ മെലഡി ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് മൈ മെലഡി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഞാൻ ബ്ലാക്ക് ബോർഡറും കൊടുക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കൊടുത്ത സ്കെച്ച് അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. പക്ഷേ രണ്ടും ഒരേ കളറാണ് ഞാൻ അടിച്ചത്. പക്ഷെ അത് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പേസ്റ്റൽ ബ്രഷ് പെൻ വെച്ചിട്ടായിരുന്നു ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് താഴത്തെ ഭാഗവും പിങ്ക് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ക്യാരക്ടർ വരച്ചു കൊടുക്കാം. ഞാൻ പിന്നെ മൈ മെലഡിയാണ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് പിങ്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെലോ ടേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലിയ സെലോ ടേപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, പെട്ടെന്ന് കഴിയും. ചെറുതാണ് നമ്മൾ ഒത്തിരി ഒട്ടിക്കണം. അപ്പോൾ വലിയ സെലോ ടേപ്പ് വെച്ച് ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ടഡ് എഡ്ജായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്യാം. ഏത് രീതിയിൽ വേണ്ടിക്കും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധനം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബേസ് ആയിട്ടുള്ള ഏത് പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് മായ്ക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് മായ്ച്ചു കൊടുക്കാം. ഞാൻ പിന്നെ കൈ വെച്ചിട്ടായിരുന്നു മായ്ച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.